വോക്സ് മീഡിയയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മൂവാറ്റുപുഴയുടെ മുൻ എംഎൽഎയും എറണാകുളം ജില്ലാ CPI എക്സിക്യൂട്ടീവ് അംഗവുമായ എൽദോ അബ്രഹാം പറഞ്ഞ കുറെ വെളിപ്പെടുത്തലുകളുണ്ട്. ഒരു സഖാവിന്റെ ശക്തമായ നിലപാടുകളുണ്ട്. ഇന്ന് നമ്മൾ എൽദോ അബ്രഹാമുമായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് നമ്മൾ. എന്താണ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് കെട്ടുപിണഞ്ഞ് CPM കിടക്കുന്നത്? CPI എന്ന് പറയുന്ന പാർട്ടിക്ക് അവരെന്തേ ഒരു മുഖവിരക്കെടുക്കാത്തത് അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? വളരെ രാഷ്ട്രീയപരമായി അതിനോട് സംസാരിക്കും, അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക്കായി വിഷയത്തെ സമീപിക്കുമെന്നുള്ളതാണ്. CPI ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് PM ശ്രീ വിഷയം കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി ആളിക്കത്തി നിൽക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലൂടെ ആ വിഷയത്തെ അവതരിപ്പിച്ച ഒരു പാർട്ടിയായി CPI തലപ്പൊക്കത്തിൽ നിൽക്കുന്ന അതുകൊണ്ടാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയായ ഷംസുദ്ദീൻ പോലും ഇന്നും പറയുന്ന എന്താണ്? CPI എടുത്ത നിലപാടിനോട് അല്പമെങ്കിലും ഏകകണ്ഠേനയുള്ള സ്വഭാവം CPM കാണിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ഈ നിലപാട് വരികയില്ലായിരുന്നു, ഈ അവസ്ഥ വരികയില്ലായിരുന്നു എന്ന് പോലും പറയുന്ന രീതിയിൽ CPI ആണ് ഇടതുപക്ഷത്തിന്റെ ശരിയായ ദിശ എന്ന് കരുതും വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൽദോ അബ്രഹാം പറയുകയാണ്, ശക്തമായി ഒഴിഞ്ഞു മാറി നിന്ന് കൊടുക്കേണ്ടവരാണ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും, ഒരു സംശയവും അതിലില്ല. എന്തേ അവർ അതിനിയും മടിക്കുന്നു? അവർ രാഷ്ട്രീയം നിർത്തി പോകണമെന്നല്ലല്ലോ പറയുന്നത്. അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശക്തമായി ഈ നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് CPM-ന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി തന്നെ തുടരണം. പക്ഷേ അവർ വരും തലമുറയിലേക്ക് മാറിക്കൊടുക്കണം. ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾ വരുന്നു എന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദിശയല്ലല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇടത് ചിന്താഗതി എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ ആവശ്യകതയെ ഈ നാടിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടത്, ലെഫ്റ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് 2021 പിണറായി രണ്ടാം ഭരണത്തിലേക്ക് വരുമ്പോ മന്ത്രിമാരിൽ നിന്ന് ശൈലജ ടീച്ചറിനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള ആളുകൾ പോലും മാറി നിന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച സഖാക്കളുടെ എണ്ണം ഈ രാഷ്ട്രീയ കേരളത്തിൽ കൂടിയതും അതുകൊണ്ടാണ്. എന്നിട്ടിപ്പോൾ ഞാനും പിണറായിയും മാറിയാൽ പിന്നാര്, ഞാനല്ലാതെ മറ്റാര് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് CPM ഒതുങ്ങുമ്പോ പിന്നെ CPI-ക്ക് ഉപനേതാവിന്റെ നിയമസഭാ കക്ഷി പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം കൊടുക്കാൻ 10 മിനിറ്റിൽ കൂടുതൽ CPM-ന് ആലോചിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടും തീർത്തും അവകാശമുള്ള ഒരു പാർട്ടിയാണ് CPI. എന്തേ ഇങ്ങനെ ഇത്ര വൈകുന്നു എന്ന നിലപാട് കൃത്യമായി പറഞ്ഞു വെക്കുന്നു എൽദോ അബ്രഹാം എന്നുള്ളതാണ്. ഇടതിന്റെ ശബ്ദം CPI-യിലൂടെ കേൾക്കുമ്പോൾ CPIക്ക് കൊടുക്കുന്ന ഒഴിവാക്കലുകളും ഒറ്റപ്പെടുത്തലുകൾ കൂടി ആ നേതാവ് പറയാതെയല്ല, ശരിക്കും പറഞ്ഞു തന്നെ വെക്കുകയായിരുന്നു.